ഹായ് ഹലോ വെൽക്കം ബാക്ക്. വിശപ്പും ദാഹവും എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജ്യൂസ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏത് ചെറുപഴം എടുക്കുക കേട്ടോ. ഇപ്പോൾ ചെറുപഴത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ജ്യൂസ് വേണം അതിനനുസരിച്ച് ചെറുപഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ചെറുപഴം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുപഴം നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതിയിട്ട് നല്ലോണം കുറച്ചുകൂടി കട്ടിയായിട്ട് അതുപോലെ ഷെയ്ക്കായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനിയൊരു ചെറുപഴത്തിലേക്ക് ഞാനിവിടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലിന് അല്ലെങ്കിൽ കട്ടപ്പാലുണ്ടെങ്കിൽ കട്ടപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് ഐസ്ക്രീമും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഞാനിവിടെ കയ്യിലുണ്ടായപ്പോൾ അതൊരു കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം അതുപോലെ തന്നെ ബദാമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈത്തപ്പഴത്തിലും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തപ്പോഴും അതിൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ ഓപ്ഷണലാണ്. ഇതിപ്പോൾ പിസ്തയുടെ എസെൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് ചേർക്കണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ ആ ഒരു പിസ്തയുടെ ആ ഒരു ഫ്ലേവറും കിട്ടും ചെയ്യും, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും ചെയ്യും. അതുകൊണ്ട് ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഹോർലിക്സിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലോണം അടിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഒരു ചെറുപഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ വരെ ഒന്നുമില്ല കേട്ടോ. ചെറുപഴം കൊണ്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുത്തുന്നുള്ളത് ഒരിക്കലും പറയില്ല. അപ്പോൾ മസ്റ്റായിട്ടും ചെറുപഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്.